അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഈ ദിവസങ്ങളിൽ പല ആളുകളും സംഭവിക്കാറുള്ള ഒരു സംഭവം, ഞാൻ കുറേ ദിവസങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി, ഇനി ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ ഒരിക്കലും ഒരു സത്യവിശ്വാസിയുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. കാരണം ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുന്നത് അവസാനം നോക്കിയിട്ടാണ്. അത് ഇതുവരെ ഞാനൊന്നും ചെയ്തിട്ടില്ല. നന്മകളിൽ മുഴുകുന്നവർ നന്മ വർദ്ധിപ്പിക്കുകയും ചെയ്യാൻ കഴിയാത്തവർ ഇനിയുള്ള ദിവസങ്ങളിൽ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കുവാനും തൗബ ചെയ്യുവാനും അള്ളാഹുവിലേക്ക് മടങ്ങുവാനുമാണ് ശ്രമിക്കേണ്ടത്. കാരണം നമുക്ക് നമ്മുടെ മുമ്പിലുള്ളത് മരണത്തിൽ കലാശിക്കാത്ത സൗഭാഗ്യമായ സ്വർഗവും അതുപോലെ തന്നെ എന്നേക്കുമുള്ള ദൗർഭാഗ്യമായിട്ടുള്ള നരകവുമാണ്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് നമ്മുടെ മുമ്പിലുള്ളത്? ഒരു ദിവസമാണെങ്കിൽ ആ ദിവസം അതിന് കാരണമായേക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻകും മിൻ നഫ്സിൻ ഇല്ലാ വഖദ് ഉലിമ മൻസിലുഹാ മിനൽ ജന്ന വന്നാർ. നിങ്ങളിൽ ഒരാളുമില്ല, അവരുടെ സ്വർഗത്തിലെയും നരകത്തിലെയും പദവി അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്, അറിയപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഖാലു, അപ്പോൾ സഹാബത്ത് ചോദിച്ചു, നമുക്കുണ്ടാകുന്ന ഒരു സംശയമാണ്, യാ റസൂലല്ലാഹ് ഫലിമാ നഅമൽ, അപ്പം നമ്മൾ എന്തിനാണ് പ്രവർത്തിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ആരുടെ സ്ഥാനങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ, നരകത്തിനും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ. അഫലാ നത്തക്കിൽ, നമ്മൾ അള്ളാഹുൽ തവക്കുൽ ചെയ്താൽ പോരെ, അള്ളാഹുവിൻ്റെ തീരുമാനം നടപ്പിലായ പോരെ? ഖാല, അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അഅ്മലു, നിങ്ങൾ പ്രവർത്തിക്കണം. ഫകുല്ലിൻ മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹു, ഓരോരുത്തരും എന്തിനു വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടത് അതിനെ എളുപ്പമായിക്കൊണ്ടിരിക്കും. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് നോക്കുക, നമ്മുടെ ഇഖ്ലാസ് ഉണ്ടോ, ആത്മാർത്ഥതയുണ്ടോ? കുറേ തെറ്റുകൾ സംഭവിച്ചു പോയി, അതിൽ നിന്ന് തൗബ ചെയ്യാനുള്ള മനസ്സുണ്ടോ? റഹ്മലു, നിങ്ങൾ പ്രവർത്തിക്കണം. ഫകുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിഖ, എന്തിനു വേണ്ടിയാണ് സ്വർഗത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണെങ്കിൽ അവന്റെ മനസ്സിൽ തൗബ വരും, അള്ളാഹുവിലേക്കുള്ള മടക്കം, അതാ ചിന്ത അവന്റെ മനസ്സിൽ വരുന്നിരിക്കും. അതുപോലെ തന്നെ നഷ്ടപ്പെട്ടതിൽ അവന് ഖേദമുണ്ടാകും. അങ്ങനെ ആ നഷ്ടപ്പെട്ട കാര്യങ്ങൾ മുഴുവനും പ്രാർത്ഥനയിലൂടെയും തൗബയിലൂടെയും നന്മയാക്കി മാറ്റാൻ അവന് സാധിക്കും. സുബ്ഹാനല്ലാഹ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഫഅമ്മാ മൻ അഅതാ വത്തഖ, ആര് നൽകുകയും സൂക്ഷിക്കുകയും ചെയ്തുവോ, വസദ്ദഖ ബിൽ ഹുസ്ന, ഏറ്റവും നല്ലതിനെ സത്യപ്പെടുത്തുകയും ചെയ്തുവോ, ഫസനുയസ്സിറുഹു ലിൽ യുസ്ര, അവനെ ഏറ്റവും എളുപ്പമുള്ളതിലേക്ക് അള്ളാഹു നാം സൗകര്യം ചെയ്തു കൊടുക്കും. ഈ ആയത്തിന്റെ വിശദീകരണവും അത് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലാണോ നരകത്തിലാണോ നമ്മെ രേഖപ്പെടുത്തിയത് നമുക്കറിയില്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ത്രികാലജ്ഞാനിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദിൽ എല്ലാം അറിഞ്ഞ് അത് രേഖപ്പെടുത്തി വെച്ചു എന്നല്ലാതെ നമുക്കൊന്നും അറിയില്ല. പക്ഷേ നാം എപ്പോഴും പ്രയത്നിക്കേണ്ടത് നമ്മുടെ നന്മക്കും നമ്മുടെ പരലോകത്തിലെ സ്വർഗത്തിലെ ഉന്നതമായ പദവികൾക്കും വേണ്ടിയായിരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.